നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള വീഡിയോ ആണ് ചെയ്തു വരുന്നത്. അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ പ്രവചിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ ഒന്ന് നോക്കാം. പുണർന്ന നക്ഷത്രം ആദ്യം വ്യാഴദശയാണ് ജന്മദശ. വ്യാഴദശ ഏകദേശം 10 വർഷം ഉണ്ടാകുമെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ 29 വയസ്സ് വരെ ഏകദേശം ശനിദശയും, 46 വയസ്സ് വരെ ഏകദേശം ബുധദശയും, 53 വയസ്സ് വരെ കേതുർദശയും, 73 വയസ്സ് വരെ ശുക്രദശയുമാണ്. പുണർന്ന നക്ഷത്രക്കാർക്ക് ശനിദശയും കേതുർദശയുമാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങൾ. എന്നിരുന്നാലും ജാതകത്തിൽ ബുധനും ശുക്രനും ഒക്കെ അനുകൂല രാശികളിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ദശാകാലങ്ങളും നല്ല ഫലങ്ങളെ ലഭിക്കുന്നതിന് സഹായിക്കും. പുണർന്ന നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. മിഥുനക്കൂറിൽ 1, 2, 3 പാദങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ കർക്കിടകക്കൂറിൽ 4-ാം പാദം വരുന്നുണ്ട്. പൊതുവെ പുണർന്ന നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ മാസങ്ങളൊക്കെ നല്ല ഫലങ്ങളെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ സമയം നല്ല രീതിയിൽ ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ബാങ്ക് ജീവനക്കാർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വായുസേന, വിമാന സർവീസ്, അധ്യാപനം, സാഹിത്യം, കൺസൾട്ടൻസി ജോബ്, കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ രംഗം, ആധുനികമായിട്ടുള്ള ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നീ രംഗത്തൊക്കെയുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. തൊഴിലൊക്കെ ലഭിക്കാൻ ആഗ്രഹിച്ച് തൊഴിൽ കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്ന സമയമാണ്. വിവാഹിതരായിട്ടുള്ളവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള കുടുംബജീവിതം ലഭിക്കുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുണർന്ന നക്ഷത്രക്കാർക്കും കാലം അനുകൂലമാണ്. കഴിഞ്ഞ വർഷം കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള മാനസിക പിരിമുറുക്കമൊക്കെ കളഞ്ഞ് കൂടുതലായിട്ട് കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഈ വർഷം സാധിക്കുന്നതാണ്. എന്നാൽ അതിനായിട്ട് മനസ്സും സമയവും കണ്ടെത്തേണ്ടതുമാണ്. വർഷത്തിന്റെ മധ്യഭാഗം അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും ആദ്യ ഭാഗത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ വർഷം മുഴുവനും അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. സ്നേഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണവും സഹായവും ഒക്കെ നിർലോഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷത്തിന്റെ മധ്യഭാഗം പരമാവധി ആത്മസംയമനം പാലിക്കേണ്ട സമയമാണ്. വർഷത്തെ 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആദ്യ ഭാഗം അനുകൂലവും, 2-ാം ഭാഗം മധ്യമവും, 3-ാം ഭാഗം അനുകൂലവുമാണ്. അതുകൊണ്ട് തന്നെ 2-ാം ഭാഗത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്നർത്ഥം. നഷ്ട സാധ്യതയുള്ള സംരംഭങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന പുണർന്ന നക്ഷത്രക്കാർക്കും ഇതേ ഫലങ്ങളൊക്കെ ലഭിക്കാം. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുക. നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇത്രയും കാര്യങ്ങളാണ് പുണർന്ന നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ഫലമായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.